വിജയ് എന്തിനാണ് അവസാന ചിത്രം ഒരു റീമേക്ക് ആക്കിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നിറയുന്നത്. ജനുവരി 9-ന് പൊങ്കൽ റിലീസായി എത്തുന്ന ജനനായകൻ റീമേക്ക് ആണെന്ന് അണിയറ പ്രവർത്തകർ സമ്മതിച്ചിട്ടില്ലെങ്കിലും ചിത്രത്തിന്റെ പോസ്റ്ററുകളും ട്രെയിലറുകളിലെ സീനുകളുമെല്ലാം ആ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബാലയ്യ നായകനായി എത്തിയ ഭഗവൻ കേസരി എന്ന തെലുങ്ക് ചിത്രത്തിന്റെ റീമേക്കാണ് ജനനായകൻ എന്നാണ് പലരും കണ്ടെത്തിയിരിക്കുന്നത്. ജനനായകന്റെ ട്രെയിലറിന് സമ്മിശ്ര പ്രതികരണങ്ങൾ കൂടി ലഭിച്ചതോടെ വിജയ് ഫാൻസ് അല്പം നിരാശയിലാണ്. എന്നാൽ തെലുങ്ക് ചിത്രങ്ങൾ തമിഴിൽ റീമേക്ക് ചെയ്ത് വൻ വിജയമാക്കി മാറ്റിയ ചരിത്രം നിരത്തിയാണ് ആരാധകർ ജനനായകനെ പ്രതിരോധിക്കുന്നത്. വിജയുടെ കരിയറിൽ വൻ ഹിറ്റായി മാറിയ 9 ചിത്രങ്ങൾ തെലുങ്കിൽ നിന്നും റീമേക്ക് ചെയ്തതാണ്. അവ ഏതാണെന്ന് നോക്കിയാലോ. 1998 കെ സെൽവഭാരതിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന വിജയ് ചിത്രമാണ് നിനൈത്തേൻ വന്താൽ. ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമായി പുറത്തിറക്കിയ ചിത്രം കെ രാഘവേന്ദ്ര റാവു ഒരുക്കിയ തെലുങ്ക് ചിത്രം പെല്ലി സെന്തതിയുടെ റീമേക്ക് ആയിരുന്നു. ശ്രീകാന്ത്, രാവലി, ദീപ്തി ഭട്നാഗർ എന്നിവർ അഭിനയിച്ച ചിത്രത്തിനായി സംഗീതം ഒരുക്കിയത് MM കീരവാണിയായിരുന്നു. വിജയ് സിമ്രാൻ ഹിറ്റ് കോംബോയുടെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് പ്രിയമാനവളെ. കെ സെൽവഭാരതി ഒരുക്കിയ സിനിമ വലിയ വിജയമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ഈ ചിത്രം വെങ്കടേഷ് നായകനായി എത്തിയ തെലുങ്ക് ചിത്രം പവിത്ര ബന്ധത്തിന്റെ റീമേക്ക് ആയിരുന്നു. മുത്യാല സുബയ്യ സംവിധാനം ചെയ്ത പവിത്ര ബന്ധത്തിൽ സൗന്ദര്യയാണ് നായികയെ എത്തിയത്. PA അരുൺ പ്രസാദ് സംവിധാനം ചെയ്ത് വിജയ്, വിവേക്, ഭൂമിക എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമയാണ് ബദ്രി. ഒരു ആക്ഷൻ ഡ്രാമയായി ഒരുങ്ങിയ സിനിമ വലിയ വിജയമാണ് നേടിയത്. അരുൺ പ്രസാദ് തന്നെ സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രമായ തമ്മുടുവിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു ഈ വിജയ് ചിത്രം. പവൻ കല്യാൺ ആയിരുന്നു തെലുങ്ക് പതിപ്പിൽ നായകനായി എത്തിയത്. വിൻസെന്റ് സെൽവ ഒരുക്കി വിജയ് നായകനായി എത്തിയ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് യൂത്ത്. മികച്ച പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിലും മികച്ച വിജയം കാഴ്ചവെച്ചിരുന്നു. വേണു നായകനായി എത്തിയ ചിരു നവ്വുദോ എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു യൂത്ത്. കെ സെൽവഭാരതിയുടെ സംവിധാനത്തിൽ വിജയ് നായകനായി 2003 പുറത്തിറങ്ങിയ സിനിമയാണ് വസീകര. സ്നേഹ, വടിവേലു തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ വലിയ വിജയമായിരുന്നു. വെങ്കടേഷ് നായകനായി എത്തിയ തെലുങ്ക് ചിത്രം നുവ്വു നാക്കു നച്ചാവ് എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു വസീകര. ത്രിവിക്രം തിരക്കഥ എഴുതിയ സിനിമ ഒരുക്കിയത് കെ വിജയഭാസ്കർ ആയിരുന്നു. വിജയുടെ റൊമാൻറ്റിക് കോമഡി സിനിമയാണ് സച്ചിൻ. ജനീലിയ നായിക എത്തിയ സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. സിനിമയിലെ ഗാനങ്ങൾക്കും നിറയെ ആരാധകരുണ്ട്. നീത്തോ എന്ന തെലുങ്ക് സിനിമയുടെ റീമേക്കാണ് സച്ചിൻ. 2 സിനിമകളും സംവിധാനം ചെയ്തത് ജോൺ മഹേന്ദ്രൻ തന്നെയാണ്. പ്രകാശ് കോവലമുടി, മെഹക് ചാഹൽ എന്നിവരാണ് തെലുങ്ക് പതിപ്പിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. വിജയുടെ എക്കാലത്തെയും മികച്ച വിജയമായി കണക്കാക്കുന്ന ചിത്രമാണ് ഗില്ലി. ധരണി ഒരുക്കിയ സിനിമയിൽ തൃഷയാണ് വിജയുടെ നായികയെ എത്തിയത്. മികച്ച വിജയം നേടിയ സിനിമയ്ക്ക് ഇന്നും നിറയെ ആരാധകരുണ്ട്. മഹേഷ് ബാബു നായകനായി എത്തിയ ഒക്കടു എന്ന സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഗില്ലി. ഭൂമിക ചൗളയാണ് തെലുങ്ക് പതിപ്പിൽ നായികയെ എത്തിയത്. രമണയുടെ സംവിധാനത്തിൽ വിജയ് നായകനായി 2006 പുറത്തിറങ്ങിയ സിനിമയാണ് ആദി. ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായി ഒരുങ്ങിയ ഈ സിനിമ കല്യാൺ റാം നായകനായി എത്തിയ അതനൊക്കടെ എന്ന സിനിമയുടെ റീമേക്കാണ്. സുരേന്ദർ റെഡ്ഡി തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രവും വലിയ വിജയമായിരുന്നു. വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നാണ് പോക്കിരി. പ്രഭുദേവ ഒരുക്കിയ സിനിമ ബോക്സ് ഓഫീസിൽ റെക്കോർഡ് നേട്ടം കൊയ്തിരുന്നു. പ്രകാശ് രാജ്, അസിൻ, വടിവേലു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിന് കേരളത്തിലും ആരാധകർ ഏറെയാണ്. മഹേഷ് ബാബു ചിത്രം പോക്കിരിയുടെ തമിഴ് പതിപ്പാണ് ഈ വിജയ് ചിത്രം. പുരി ജഗന്നാഥ് ഒരുക്കിയ ഈ തെലുങ്ക് പതിപ്പിൽ ഇല്യാന, പ്രകാശ് രാജ്, നാസർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ. മഹേഷ് ബാബുവിന്റെ കരിയറിലെ വഴിത്തിരിവുകളിൽ ഒന്നാണ് പോക്കിരി. റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയ കണ്ടെത്തലുകളും ശരിയാണെങ്കിൽ ജനനായകനിലൂടെ വീണ്ടും ഒരു തെലുങ്ക് റീമേക്കുമായി വിജയ് എത്തുകയാണ്. മുൻ വർഷങ്ങളിലേതുപോലെ ഈ റീമേക്കിലും വിജയം ആവർത്തിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. റിലീസ് പ്രതിസന്ധികൾ എല്ലാം പരിഹരിച്ച് ജനനായകൻ എത്തുമ്പോൾ തിയേറ്ററിൽ ചരിത്രം കുറിക്കുന്ന നേട്ടം തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്.